സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSC തിരുവനന്തപുരം ജില്ലയ്ക്കായിട്ട് നടത്തിയ LDC പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കി പോകുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഒരു എക്സാം പോലെ തന്നെ ഇത് അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ശരിയായ കാലഗണനാക്രമം തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം 1924 1924. ചാന്നാർ ലഹള 1859 1859. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ കലാപം നടന്നത് 1921. ഒന്നുകൂടി നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, ചാന്നാർ ലഹള 1859, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ കലാപം 1921. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ശരിയായവ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയാണ്. 1, 3, 4 എന്നിവ ശരിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ശരിയാണ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. ശരിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായിട്ട് നാറ്റോയുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത്? ബന്ധം ഇല്ലാത്തത് തന്നിരിക്കുന്നു. 1949 ഇത് സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അപ്പൊ നാറ്റോയുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് നാറ്റോയുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പൊ നാറ്റോ സ്ഥാപിതമായ വർഷം ഏതാണ്? 1949 1949 നാറ്റോ സ്ഥാപിതമായത്. നാറ്റോയിൽ ചേർന്ന രാജ്യം, അവസാനമായിട്ട് നാറ്റോയിൽ ചേർന്ന രാജ്യമാണ് സ്വീഡൻ. അവസാനമായിട്ട് നാറ്റോയിൽ ചേർന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ്. ശരിയാണ്. ഇനി നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ബ്രസൽസ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി തന്നിരിക്കുന്നു. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്, ഏപ്രിൽ തീസിസ് VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, ലോങ് മാർച്ച് മാവോ സേതുങ്. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള ജോഡി വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി. സ്പിരിറ്റ് ഓഫ് ലോ ആരുടേതാണ്? സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടേസ്ക്യൂ ആണ്. മൊണ്ടേസ്ക്യൂ.
അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അന്തരിച്ചത് 1988 ജനുവരി 20 1988 ജനുവരി 20 ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അന്തരിച്ചത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാന് ഭാരതരത്നം ലഭിച്ച വർഷം 1987 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചതാരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. സംഘടനയുടെ പേര് ഖുദായ് ഖിദ്മത്ഗാർ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? തന്നിരിക്കുന്നു. ഇത് രൂപീകരിച്ചത് 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ശരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4 എന്നിവ ശരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1953. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ശരിയാണ്. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. തെറ്റായത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 3 എന്നിവ. നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിതഗൃഹവാതകമാണ്. ശരിയാണ്. N2O ഒരു ഹരിതഗൃഹവാതകമാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ കൂടിച്ചേരുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ഗ്രാനൈറ്റ് എന്ത് ശിലയാണ്? ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം അഗുൾഹാസ് പ്രവാഹമാണ്. അഗുൾഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം. ബംഗ്വേല പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലേതാണ്. കുറോഷിവോ പ്രവാഹം പസഫിക് സമുദ്രം. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രം. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്.
തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 4 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 1, 4 എന്നിവ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയാണ്. തമിഴ്നാട്ടിലെ കൂട്ടംകുളത്ത് സ്ഥിതി ചെയ്യുന്നത് താപവൈദ്യുത നിലയമാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. അടുത്ത ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW3 ആണ്. NW3. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 1-ാം പഞ്ചവത്സരി പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. തെറ്റായത് 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹരിത വിപ്ലവം ആരംഭിച്ചത് 3-ാമത്തെ പഞ്ചവത്സര പദ്ധതി മുതലാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അപ്പം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണ്. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. ശരിയാണ്. അടുത്ത ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1 ബി. ഫസ്റ്റ് സ്ഥാനം വരുന്നത് നെല്ലാണ്. സെക്കൻഡ് ഗോതമ്പ്, 3-ാം സ്ഥാനം ചോളം, 4 പയർവർഗ്ഗങ്ങൾ. 1 നെല്ല്, 2 ഗോതമ്പ്, 3 ചോളം, 4 പയർവർഗ്ഗങ്ങൾ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. ശരിയാണ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ശരിയാണ്. അടുത്ത ചോദ്യം,
ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ തന്നിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? തന്നിരിക്കുന്നത് ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 500,000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം എന്നിവയാണ്. ബാങ്ക് ദേശസാൽക്കരണം, ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950 500,000 നോട്ടുകളുടെ നിരോധനം 2016 കേരള ഭൂപരിഷ്കരണ നിയമം വന്നത് 1963 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 4, 1, 3. 2, 4, 1, 3. അടുത്ത ചോദ്യം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സാമ്പത്തിക വളർച്ച ശരിയാണ്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി ശരിയാണ്. അടുത്ത ചോദ്യം. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. തന്നിരിക്കുന്ന സംരംഭങ്ങൾ അടൽ ഇന്നോവേഷൻ മിഷൻ, മെത്തനോൾ സമ്പദ്ഘടന, സഹകരണ ഫെഡറലിസം, ശൂന്യ ക്യാമ്പയിൻ എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി അടൽ ഇന്നോവേഷൻ മിഷൻ. സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. സംരംഭം അടൽ ഇന്നോവേഷൻ മിഷൻ. മെത്തനോൾ സമ്പദ്ഘടന. മെത്തനോൾ സമ്പദ്ഘടന. എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സഹകരണ ഫെഡറലിസം. അടുത്തത് ശൂന്യ ക്യാമ്പയിൻ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. സംരംഭം ശൂന്യ ക്യാമ്പയിൻ. അടുത്ത ചോദ്യം. 1991 ഇന്ത്യ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പുത്തൻ സാമ്പത്തിക നയം 1991. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 2, 3 ശരിയാണ്. പ്രസ്താവനകൾ 2, 3 എന്നിവ ശരിയാണ്. 1, 4 ശരിയല്ല. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക ശരിയാണ്. പൊതുമേഖല സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക ശരിയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? തന്നിരിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു.
ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായിട്ടുള്ള വസ്തുതയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയാണ്. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിരുന്നു. 7 അംഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. 1947. അടുത്ത ചോദ്യം, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കുവാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 ശരിയാണ്. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം ശരിയാണ്. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ശരിയാണ്. 23 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 ശരി. മൻസുഖ് മാണ്ഡവ്യ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ്, 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദ്രൗപദി മുർമുവിനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയാണ്. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. 2015 മുതൽ 21 വരെ 2015 മുതൽ 21 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആയിരുന്ന അബ്ദൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് ആണ്. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. അബ്ദൽ ഫത്താഹ് അൽ സിസി. അടുത്ത ചോദ്യം, സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹ സാന്ത്വനം പദ്ധതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 ശരി.
സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം പദ്ധതി. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം പദ്ധതി. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2012 പോക്സോ നിയമം. 2012 പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്നത്. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി കോടതി സ്ഥാപിക്കണം. ശരിയാണ്. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. ശരിയാണ്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. ശരിയാണ്. അടുത്ത ചോദ്യം. വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന. വാത്സല്യനിധി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 3 ശരിയാണ്. 1, 3. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? വാത്സല്യനിധി. വാത്സല്യനിധി. അടുത്ത ചോദ്യം. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 ശരിയാണ്. 1 ശരിയാണ്. 2 ശരിയാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നത്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് പദ്ധതിയുടെ പേര് വിദ്യാജ്യോതി. അടുത്ത ചോദ്യം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ എ ആണ്. ശ്രീ എം ഷാജർ ആണ്. ശ്രീ എം ഷാജർ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 ശരി. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 ശരിയാണ്. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻ. പേശികളെ അസ്ഥിയുമായി യോജിപ്പിക്കുന്ന യോജക കല ടെൻഡൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം
പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന അവയവം കരളാണ്. ഓപ്ഷൻ ബി കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. അക്രോമെഗലി. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസെയിം ആണ്. ലൈസോസെയിം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസെയിം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 ജൂൾ ആണ്. 2 ജൂൾ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. ഓപ്ഷൻ ഡി അപവർത്തനം. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് 23 ആണ്. ഓഗസ്റ്റ് 23. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്. സൂര്യനെയും ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് ISRO തയ്യാറാക്കുന്ന ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1. രാജദ്രാവകം അല്ലെങ്കിൽ അക്കോറീജിയ എന്നാണ്. നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 ആണ്. നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3. അക്കോറീജിയ. 48 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? യഥാർത്ഥ ലായനി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പാല്, സോഡിയം അമാൽഗം, കഞ്ഞിവെള്ളം, ചെളിവെള്ളം എന്നിവയാണ്. യഥാർത്ഥ ലായനി സോഡിയം അമാൽഗം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? സിങ്ക് ബ്ലെൻഡ്. സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. സിങ്ക് സൾഫൈഡ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? രസതന്ത്രം. ക്വാണ്ടം ഡോട്ട്സ് ആണ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട്? ക്വാണ്ടം ഡോട്ട്സ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി. ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ് ആണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ്. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? തിക്കൊടിയൻ. കുഞ്ഞനന്തൻ നായരാണ്. കുഞ്ഞനന്തൻ നായർ തിക്കൊടിയൻ. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയമുള്ളോർ ഇതിനെ പഠിച്ചോർ.
ഏത് കൃതിയിലെ വരികളാണിവ? മുഹിയുദ്ദീൻ മാല. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ S.K. പൊറ്റക്കാടിന്റെ രചന. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ S.K. പൊറ്റക്കാടിന്റെ രചനയാണ് ഒരു ദേശത്തിന്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? മാഗ്നസ് കാൾസനെ. മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത്. മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വന ഗവേഷണ കേന്ദ്രമാണ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് ഗിഗാബൈറ്റ് ആണ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. ഫോട്ടോഷോപ്പ് അഡോബിൻ്റെതാണ്. അടുത്തത് 61 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 62 താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? മെറ്റയുമായിട്ട് ബന്ധം ഇല്ലാത്തത് തന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്. ടെലിഗ്രാം ആണ് മെറ്റയുമായിട്ട് ബന്ധം ഇല്ലാത്തത്. ഡീപ്പ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ തന്നിരിക്കുന്നത് നിസ്വാർത്ഥ സേവനങ്ങൾ, ഗതാഗതം, വാർത്താ വിതരണം, ഇൻഷുറൻസ് എന്നിവയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിസ്വാർത്ഥ സേവനങ്ങൾ. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? തന്നിരിക്കുന്നു ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യാം. പ്രവർത്തനം അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നു. മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക. സാമ്പത്തിക ചൂഷണം. മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. അടുത്ത ചോദ്യം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നിലവിൽ വന്ന വർഷം 2012 ആണ്. 2012. 69 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സണാണുള്ളത് ശ്രീമതി വിജയ ഭാരതി സയാനി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മ. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15%. 72 ഓപ്ഷൻ എ 138. 73 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2 മണിക്കൂർ 15 മിനിറ്റ്.
74 ഓപ്ഷൻ എ. 75 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 30 ദിവസം. 76 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 77 ഉത്തരം ഓപ്ഷൻ ബി ആണ്, തെക്ക്. 78 ഓപ്ഷൻ ഡി. 79 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 19. 80 ഉത്തരം ഓപ്ഷൻ ബി, 17. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ദ ടൂറിസ്റ്റ് ഗൈഡ് along with the tourist dash arrived. Has arrived. Let's go for a walk. Question tag ആണ്. Shall we? Change to indirect speech. He says, I am attending a training. Option D ആണ് ഉത്തരം. He says that he is attending a training. If I had money, I dash the poor would help. The doll belongs dash the child to the child. Identify the correct spelling. Option D ആണ് ഉത്തരം. PROPRIETY. The idiom bone of contention means subject of dispute. The dash of wolves hold at the moon. Pack of. Identify the synonym of amendment. Modification. Identify the antonym of deficit. Option B, surplus. മലയാളം. അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി, കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആരാണ്? ദ്രൗണി. അശ്വത്ഥാത്മാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏത്? ഓപ്ഷൻ എ ആണ്, വിശ്വസ്തൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.